കർണാടകയിലെ ഹാസനിൽ കൃഷിയിടത്തിൽ അടിമപ്പണി, ശമ്പളവും കൃത്യമായ ഭക്ഷണവും ലഭിക്കാതെ ഒരു വർഷക്കാലം ജോലി ചെയ്ത മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. കാസർഗോഡ് പുത്തികെ സ്വദേശി ഉദയകുമാർ ഉൾപ്പെടെ 18 പേരെയാണ് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് തൊഴിലിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ദിവസവും 700 രൂപ കൂലിയും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് കാപ്പിത്തോട്ടത്തിലെ ജോലിക്കായി കൊണ്ടുപോയതായിരുന്നു ഉദയകുമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ. എന്നാൽ ഹാസനിലെ ഇഞ്ചിക്കൃഷി ചെയ്യുന്ന തോട്ടത്തിലാണ് ഉദയകുമാറും മറ്റ് തൊഴിലാളികളും എത്തിയത്. ഒരു വർഷക്കാലമായി ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് 1 രൂപ പോലും പ്രതിഫലമായി ഇതുവരെ നൽകിയില്ല. കൂടാതെ വേണ്ട രീതിയിൽ രാവിലെയും രാത്രിയിലും ഭക്ഷണവും ലഭിച്ചില്ല. പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം മുഴുവൻ തൊഴിലാളികളെയും രാത്രികാലങ്ങളിൽ ഒറ്റ ഷെഡിൽ പൂട്ടിയിട്ടതായും ഉദയകുമാർ പരാതി പറഞ്ഞു. ഭക്ഷണമില്ല, ശുണ്ഠി പണിക്കുന്നിട്ട് കൊണ്ടുപോയത്. അവിടെ പോയിട്ട് നമുക്ക് ശമ്പളം കൊടുക്കില്ല, ഭക്ഷണമില്ല. ഭക്ഷണം കൊടുക്കൂ, രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം. ഉച്ചക്ക് അത് ഉണ്ടാകില്ല. അവർ ഒരു ഫോണും നമുക്ക് തരില്ല, സംസാരിക്കാൻ ഫോണും തരില്ല. ഞങ്ങൾക്ക് രാവിലെ ഒരു ഷെഡ് ഉണ്ട്, അതൊരു കൂട്ടിയിട്ട് പിന്നെ അവർ പോകും. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല. നാഗരാജ്, മോഹനേഷ് എന്നീ 2 പേരാണ് അടിമപ്പണി ചെയ്യിച്ചതിന് പിറകിലെന്ന് കർണാടക പോലീസ് പറയുന്നു. ഇവരെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് കർണാടക പോലീസ് സംഘം. ബേലൂർ താലൂക്കിലെ ചട്ടണഹള്ളിയിലായിരുന്നു തൊഴിലിടത്തെ ഞെട്ടിക്കുന്ന സംഭവം. അമൃത ന്യൂസ്, കാസർഗോഡ്.